പ്രിയമുള്ളവരെ, നമസ്കാരം. കേരളത്തിന്റെ കാവ്യദീപ്തി ശ്രീ ONV കുറുപ്പിന്റെ അമ്മ എന്ന പാട്ടുകാവ്യത്തിന്റെ ആവിഷ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഥ തായ്മരം. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹം കൊണ്ട് ആർദ്രമാവാത്ത മനസ്സുകളുണ്ടോ, ധരണമാവാത്ത ഹൃദയങ്ങളുണ്ടോ? ഭൂമിയിൽ പിറക്കാൻ കൊതിച്ച് കഴിയാതെ വന്നപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ച് മനുഷ്യരൂപം കൊണ്ട് ജന്മമെടുത്ത മാലാഖമാരാണ് ഓരോ അമ്മയും. താരാട്ടുപാട്ടിന്റെ അതെ പ്രിയമുള്ളവരെ, നാം എത്ര മുതിർന്നാലും ഇപ്പോഴും ഒരു താരാട്ട് പാട്ടിന്റെ ഈരടി കേൾക്കുമ്പോൾ എത്ര വേഗമാണ് അമ്മയുടെ മാറിലേക്ക് ചായാൻ കൊതിക്കുന്ന ആ പഴയ കുഞ്ഞായി മാറുന്നത്. അതാണ് അമ്മമാരുടെ സ്നേഹത്തിന്റെ മാന്ത്രികത. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. അതാ അങ്ങ് ദൂരെ മനോഹരമായൊരു ഗ്രാമം കാണുന്നില്ലേ? അതാണ് ഏടൂർ ഗ്രാമം. പ്രകൃതി കണ്ണിനെ അനുഗ്രഹിച്ച സുന്ദര ദേശം. ആ നാടിന്റെ പെരുമയ്ക്ക് മകുടം ചാർത്തി 9 സഹോദരന്മാർ, ഒരമ്മ പെറ്റവർ, ഒത്തൊരുമ മനുഷ്യരൂപം പൂണ്ടവർ, സ്നേഹത്തിന്റെ ആൾരൂപങ്ങൾ. അവരുടെ ശില്പചാതുര്യം കൊണ്ട് ആ നാടിന്റെ പെരുമ ലോകത്തോളം വളർന്നു. സോദരരാണവർ തോഴരുമാണവർ, മനം കവരുന്ന ഏത് ശില്പവും ഏത് കോവിലും കണ്ടാലും ആളുകൾ പറയും, സംശയം വേണ്ട, ഇത് ഏടൂർ സഹോദരന്മാർ പണിഞ്ഞത് തന്നെ. കൊട്ടാരങ്ങൾ, കോട്ട മതിലുകൾ എന്ന് വേണ്ട, അവരുടെ കരവിരു നിൽക്കാത്ത ഒന്നും തന്നെ ആ നാട്ടിലുണ്ടായിരുന്നില്ല. അവരുടെ തീനും തിരിപ്പുമെല്ലാം എപ്പോഴും ഒരുമിച്ചായിരുന്നു. അന്തി ഉറക്കം മാത്രമേ വെവ്വേറെയായി അവർക്കുണ്ടായിരുന്നുള്ളൂ. ഒരു മെയ്യും ഒരു മനസ്സുമായി അവർ അങ്ങനെ കഴിഞ്ഞു. ജീവിതം ഒരു ഉത്സവം പോലെ അങ്ങനെ ഒഴുകി. വേനലും മഞ്ഞും മഴയുമായി കാലചക്രം ശീഘ്രമങ്ങു പോയി. ലോകവും കേൾവി കേട്ടു ചാരുത മുറ്റുമ ശില്പഭംഗി. വേനലും മഞ്ഞും മഴയുമായി കാലചക്രം ശീഘ്രമങ്ങു പോയി. ലോകവും കേൾവി കേട്ടു ചാരുത മുറ്റുമ ശില്പഭംഗി. അങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടിലെ പൊന്നു തമ്പുരാൻ തന്റെ കോട്ടയ്ക്ക് മുന്നിൽ ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചത്. അതാര് പണിയണം എന്നതിൽ തമ്പുരാന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഉത്സവച്ചായി മൂത്തയാളുടെ നേതൃത്വത്തിൽ 18 കരങ്ങൾ ചടുലമായി ചലിച്ചു. കല്ല് ചെത്തുന്നു, ചാന്ത് കൂട്ടുന്നു, കെട്ടിപ്പടുക്കുന്നു, എല്ലാം തകൃതിയിൽ. പക്ഷേ എന്താണ് ഇത്തവണ സംഭവിച്ചത്? എന്താണ് കല്ലുകൾ ഉറക്കാത്തത്? കൈകൾ മാറി മാറി പണിതു നോക്കി, ചാന്തിന്റെ കൂട്ടുകൾ മാറ്റി മാറ്റി നോക്കി, പക്ഷേ ഭിത്തി ഉറക്കുന്നില്ല. ചാന്തിന്റെ കൂട്ടുകൾ വേറെയാക്കി, പണിയുന്ന കൈകളും മാറ്റി നോക്കി, വാസ്തുവും ശാസ്ത്രവും ക്ഷണിച്ചു നോക്കി, ഭിത്തി ഉറക്കുന്നില്ല. ചാന്തിന്റെ
കൂട്ടുകൾ വേറെയാക്കി പണിയുന്ന കൈകളും മാറ്റി നോക്കി വാസ്തുവും ശാസ്ത്രവും ഗണിച്ചു നോക്കി അവർ തമ്മിൽ തമ്മിൽ നിസ്സഹായരായി നോക്കി. ഒടുവിൽ കൊട്ടാര ജോത്സ്യൻ പ്രശ്നം വെച്ചതിന് ശേഷം വിളറിയ സ്വരത്തിൽ പറഞ്ഞു, മാർഗം ഒന്നേ ഉള്ളൂ. ഭിത്തി ഉറക്കണമെങ്കിൽ നിങ്ങളിൽ ഒരാളുടെ ഭാര്യയെ ചേർത്ത് നിർത്തി ഭിത്തി പണിയണം. മറ്റൊരു മാർഗമില്ല. വെള്ളിടി പോലെ ജോത്സ്യന്റെ വാക്കുകൾ. ആരുടെ വധുവിന് ബലി നൽകണം, ആരുടെ പത്നിയെ ത്യജിക്കണം, അവരെല്ലാം ഞങ്ങളുടെ കരടിൽ ചേക്കേറിയവർ, ഹൃദയത്തിന്റെ ചിലയിൽ കൂടുവെച്ചവർ. ദൈവമേ, ഇത് എന്തൊരു പരീക്ഷണം. അവസാനം മൂത്തയാൾ ഒരു വെളിപാടെന്ന പോലെ തന്റെ തീരുമാനം പറഞ്ഞു. ഇന്നത്തെ അന്നവുമായി വരുന്നവൾ ആരുടെ പത്നിയാണെങ്കിലും നിശ്ചയം അവളീ കുലത്തിന്റെ സൽപ്പേരു കാക്കും, അവളെയും ചേർത്തു നാം പണിയും. ഇന്നത്തെ അന്നവുമായി വരുന്നവൾ ആരുടെ പത്നിയാണെങ്കിലും നിശ്ചയം അവളീ കുലത്തിന്റെ സൽപ്പേരു കാക്കും, അവളെയും ചേർത്തു നാം ഭിത്തി പണിയും. ഓരോരുത്തരുടെയും നെഞ്ചുകിടുങ്ങി. ദൈവമേ, ഇന്ന് കന്യമായി വരുന്നവർ എന്റെ പത്നിയാകരുതേ. അവർ ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ആദ്യമായി അവർ സ്വാർത്ഥരായി. അവർ യാന്ത്രികമായി പണി തുടർന്നു. പക്ഷേ അവരുടെ താളം നഷ്ടപ്പെട്ടിരുന്നു. ഒരാൾ മറ്റൊരാളെ നോക്കിയതേയില്ല. വിധിയെ തടുക്കാൻ ആർക്കാണാവുക? അന്ന് കന്യമായി വന്നത് മൂത്തയാളുടെ ഭാര്യയായിരുന്നു. തലയിൽ കന്നിക്കലവും തോളിൽ കൈ കുഞ്ഞുമായി പുഞ്ചിരി തൂകി അവൾ നടന്നു വരികയാണ്. ചുണ്ടത്തെ പുഞ്ചിരി തേച്ച് കുഞ്ഞിനെ മാറത്തണച്ച് ചന്തത്തിൽ പോരും പെണ്ണുകളെ മുത്തയാളുടെ പൊന്നികളെ മുത്തയാളുടെ പൊന്നികളെ ചുണ്ടത്തിൽ പുഞ്ചിരി തേച്ച് കുഞ്ഞിനെ മാറത്തണച്ച് ചന്തത്തിൽ പോരും പെണ്ണുകളെ മുത്തയാളുടെ പൊന്നികളെ. ഈ ദൃശ്യം കണ്ട് മൂത്തയാളുടെ നെഞ്ചിലൊരു ഇടുത്തി വീണു. ദൈവമേ, കുഞ്ഞിനെ തണലിൽ കിടത്തി നിറ പുഞ്ചിരി തൂകി അവൾ ഓരോരുത്തർക്കും പിന്നാളം നിറയെ കഞ്ഞി വിളമ്പുകയാണ്. തല താഴ്ത്തി പെയ്തൊഴിയാത്ത മിഴികളുമായി നിൽക്കുന്ന തന്റെ പ്രിയതമനെ കണ്ട് അവൾ കാര്യം തിരക്കി. അല്ലയോ പ്രിയതമാ, അങ്ങ് എന്താണ് ഇത്ര ദുഃഖിതനായിരിക്കുന്നത്? തൊണ്ടയിടറി വാക്കുകൾ മുറിഞ്ഞ് അയാൾ കാര്യം അവതരിപ്പിച്ചപ്പോൾ ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് തുളുമ്പുന്ന കണ്ണുകൾ തുടച്ച് അവൾ പറഞ്ഞു, അരുതരുത് കാന്താ, വിലപിക്കവേണ്ട, വിധിയെ തടുക്കാൻ കഴിയില്ല പാരി, കുലത്തിന്റെ മാറി പൊലിഞ്ഞാതിരിക്കാൻ മടിയില്ല. അരുതരുത് കാന്താ, വിലപിക്കവേണ്ട, വിധിയെ തടുക്കാൻ കഴിയില്ല പാരി, കുലത്തിന്റെ മാനം പൊലിഞ്ഞാതിരിക്കാൻ മടിയില്ല പ്രിയനെ, ഇത് ദൈവനിശ്ചയം. ഇന്ന് കന്യമായി വരേണ്ടവർ ഞാനായിരുന്നില്ല, എന്റെ ഊഴമായിരുന്നില്ല. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കാണാവുക പ്രിയനെ?
എന്റെ കുലത്തിന് മാനം കാക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെയും ചേർത്ത് നിർത്തി ഭിത്തി പണിയുമ്പോൾ എന്റെ പാതി നെഞ്ചം മറക്കരുത്. എന്റെ പൊന്നോമന കരയുമ്പോൾ അവന്റെ പൈതാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രം വിട ചൊന്നിടുന്നു ഞാൻ എൻ പ്രാണനെ. മറന്നിടല്ല നീ എൻ ജീവനെ. ഇനി വരും ജന്മത്തിൽ സ്വർഗത്തിൻ പൂന്തോപ്പിൽ സമ്മിക്കും പൊന്നേ നിശ്ചയം. ചൊന്നിടുന്നു ഞാൻ എൻ പ്രാണനെ. ഇനി വരും ജന്മത്തിൽ സ്വർഗത്തിൻ പൂന്തോപ്പിൽ സന്ധിക്കും പൊന്നേ നാം നിശ്ചയം. സന്ധിക്കും പൊന്നേ നാം നിശ്ചയം. സന്ധിക്കും പൊന്നേ നാം നിശ്ചയം. സന്ധിക്കും പൊന്നേ നാം നിശ്ചയം. അവൾ തന്റെ കുഞ്ഞിനെ ഒരിക്കൽ കൂടി ചുംബിച്ചു. ഇടറുന്ന ചുവടുകളോടെ അവൾ ഭിത്തിയുടെ ഇടയിൽ കയറി നിന്നു. വിറക്കുന്ന കരങ്ങളോടെ അവിടെയും ചേർത്ത് നിർത്തി അവർ ഭിത്തി പണിഞ്ഞു. എന്തൊരു അത്ഭുതം! ഗോപുരത്തിനെ തറയുറച്ചു. അവൾക്ക് മീതെ ആ ഗോപുരം ഉയർന്നുകൊണ്ടിരുന്നു. ഈ ദൃശ്യം കണ്ട് പകലോ നെഞ്ചു പിളർന്ന് പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് ആണ്ടുപോയി. തരുശാഖയിലെ വാനമ്പാടിയുടെ ചുണ്ടിലെ പാട്ട് പാതിയിൽ മുറിഞ്ഞു. അലസ സഞ്ചാരിയായ കാറ്റ് സ്തബ്ധനായി നിശ്ചലമായി നിന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ സ്നേഹത്തോളം പരപ്പുള്ള ഒരു ആകാശവുമില്ല, ആഴമുള്ള ഒരു ആഴിയുമില്ല. അമ്മ എന്ന വാക്കിനോളം കനമുള്ള ഒരു പദവും ഒരു നിഘണ്ടുവിലുമില്ല. പേറ്റുന്നവും പോറ്റുന്നവും പേറി പ്രപഞ്ചത്തിന്റെ ഊടുവഴികളെ സ്നേഹസാന്ദ്രമാക്കുന്ന അമ്മമാരില്ലെങ്കിൽ ഈ ഭൂമിയെ ദൈവം എന്നോ തീർത്തു കളയുമായിരുന്നു. വല്ലപ്പോഴും ഉദരത്തിലെ ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത ആ അടയാളമൊന്ന് തടവി നോക്കണം. ഒരിക്കൽ അമ്മയോട് ചേർന്ന് നിന്നതിനുള്ള ഒരു സ്മാരകമാണ്. മാതൃസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ ഈ ആവിഷ്കാരം ഓരോ അമ്മമാർക്കും സമർപ്പിച്ചുകൊണ്ട് കവിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ സ്നേഹാഞ്ജലികൾ അർപ്പിക്കുന്നു. താരാട്ടുപാട്ടിന്റെ ഈണമിൻ കാതിൽ അതിലോലലോലം ഉറങ്ങിടുന്നു. ക്ഷണമാത്രേൻ മനം ഒരു കുഞ്ഞു പൈതല മാറിൽ ചായാൻ കൊതിച്ചിടുന്നു. മാറിൽ ചായാൻ കൊതിച്ചിടുന്നു. താരാട്ടുപാട്ടിന്റെ ഈണമിൻ കാതിൽ അതിലോലലോലം ഉറങ്ങിടുന്നു. ക്ഷണമാത്രേൻ മനം ഒരു കുഞ്ഞു പൈതല മാറിൽ ചായാൻ കൊതിച്ചിടുന്നു. മാറിൽ ചായാൻ കൊതിച്ചിടുന്നു. ഈ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.